ബ്ലോക്ക് ഹൗസ് ഉണ്ടോ? അപ്പോൾ കൊടുവള്ളി ബ്ലോക്ക് ഹൗസ് ഉണ്ടോ? അപ്പോൾ എല്ലാവരും വരണം, എല്ലാവരും കൂടി സഹകരിച്ചാൽ. നാളെ രാവിലെ അല്ല, നാളെ വൈകുന്നേരമാണ് നമ്മൾ ഫസ്റ്റ് 1-2 31 1-2 3 ദിവസമാണ് മത്സരങ്ങളുള്ളത്. ശിവപൂന്തിരിയാണ് പങ്കെടുക്കുന്നത്. പിന്നെ എല്ലാവരും അങ്ങോട്ട് വരണം, അതാണ് നമ്മൾ എല്ലാവരും ക്ഷണിക്കുകയാണ് അല്ലേ എല്ലാവരും. കാരണം നിങ്ങളൊക്കെ കാണണം. ഈ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കൻ മേഖലയുടെ ടൂറിസം സാധ്യതകളെ ഈ ഒരു ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലോകമാണ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കുറ്റമറ്റ രൂപത്തിലാണ് ഈ വർഷം നമ്മളിത് കോർഡിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും ഞാനാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതേ സമയത്ത് വന്നാണെങ്കിൽ കൂടി എല്ലാവരും വളരെ സ്പീഡായി ഒരുപാട് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് 2 മീറ്റിംഗ് നടക്കും. അതിനുശേഷം എല്ലാ വിഭാഗം ആളുകളും ലോക്കലായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, വിവിധ സംഘടനകൾ റെസ്ക്യൂ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കുറ്റമറ്റ രീതിയിലാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ അത് നടപ്പിലാക്കണം. വൈകുന്നേരത്തെ നമ്മുടെ വടമല്ലിൻ്റെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് അതിൻ്റെ 12th എഡിഷനാണ്. 12ാമത് വർഷമാണ് ഈ വർഷത്തെ ഈവൻ്റ് നടക്കുന്നത്. കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലുമായി ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായിട്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈവൻ്റ്. 4 ദിവസമായിട്ടാണ് പരിപാടി നടത്തുന്നത്. അതിൻ്റെ തുടക്കം 30-ാം തീയതി വൈകിട്ട് 3:30 മണിക്ക് കോടഞ്ചേരിയിലെ ഒരു വലിയ വിളംബര യാത്രയോടുകൂടി ആരംഭിക്കുകയാണ്. അതിനുശേഷമുള്ള ഒരു ഉദ്ഘാടന സമ്മേളനത്തോടുകൂടി ആ സമ്മേളനത്തിൽ നമ്മുടെ ശിവപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. ആഘോഷയാത്രയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് 31 ഓഗസ്റ്റ് 1-2 അല്ലെങ്കിൽ 31 ആണ് പിന്നെ ഈവൻ്റ് തുടങ്ങുന്നത്. ആ ഈവൻ്റ് നമ്മൾ പിന്നെ 3 ദിവസവും ചാലിപ്പുഴയിലും അതോടൊപ്പം തന്നെ ഇരുവഞ്ഞിപ്പുഴയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കളക്ടറും ഞങ്ങളെല്ലാവരും കൂടെ ബന്ധപ്പെട്ട ടൂറിസത്തിനെയും അതോടൊപ്പം തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ സി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ ഞങ്ങൾ ആ സ്ഥലമൊക്കെ പരിശോധിച്ചു, റാമ്പുകൾ പരിശോധിച്ചു. റിവ്യൂ മീറ്റിംഗ് നടന്നു ഇന്ന് കോടഞ്ചേരിയിൽ. വിവിധ സബ് കമ്മിറ്റികളുടെ കൃത്യമായ റിപ്പോർട്ടിംഗ് നടന്നു. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഈവൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ അവരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വിവിധ സന്നദ്ധ സംഘടനകളും നടത്തിയിട്ടുള്ള പ്രീ ഇവൻറ്റുകളാണ്. 23 പ്രീ ഇവൻറ്റുകളിപ്പോൾ നമ്മൾ നടത്തി ഇന്നത്തോടുകൂടി. അത് 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ. കഴിഞ്ഞ വർഷം വരെ അത് 1 ലക്ഷം രൂപയായിരുന്നു പ്രീ ഇവൻറ്റുകൾക്ക് പ്രിമിസി സാങ്ഷൻ LSCD ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിരുന്നത്. ഈ വർഷം അത് 2 ലക്ഷം രൂപ റിക്വസ്റ്റ് ചെയ്തു. അത് ഗവൺമെൻറ് അംഗീകരിച്ച് തന്നിട്ടുണ്ട് LSCD. ഏതായാലും ശരി, വർഷത്തെ പ്രീ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് അതിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നില്ല ഏതൊക്കെയാണ്. പ്രധാനപ്പെട്ട ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ പ്രീ ഇവൻറ്റുകളാണ് നമ്മൾ വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയായിരുന്നു പ്രീ ഇവൻറ്റുകൾ നടന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മാറ്റം. കാരണം എന്താണെന്ന് വെച്ചാൽ തദ്ദേശീയർ മാത്രമല്ല, ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ മേഖലയിലേക്ക് ടൂറിസ്റ്റുകളായി വരുന്ന സംസ്ഥാനത്തിന് പുറത്തുമുള്ള അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പ്രീ ഇവൻറ്റുകളിലൊക്കെ തന്നെ പങ്കാളികളായിരുന്നു. മാത്രമല്ല ഈ വർഷത്തെ നമ്മുടെ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 100ഓളം വിദേശികളായിട്ടുള്ള കയാക്കേഴ്സൊക്കെ തന്നെ ഇപ്പം നമ്മുടെ 6 വിദേശ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 100ൽ കൂടുതലുള്ള ഫോറിൻ കയാക്കേഴ്സ് നമ്മളുടെ വിദേശ കയാക്കേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് ഇന്ത്യ ഉൾപ്പെടെ ന്യൂസിലാൻഡ്, ഇറ്റലി, റഷ്യ, മലേഷ്യ, നേപ്പാൾ, ചെക്ക് റിപ്പബ്ലിക് ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള കയാക്കേഴ്സും അതുപോലെ പരിശീലകരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. കോടഞ്ചേരിയിലും തിരുവമ്പാടിയിലും പരിസര പ്രദേശങ്ങളുമായി അവരെല്ലാം തന്നെ ഹോം സ്റ്റേയും മറ്റ് സംവിധാനത്തോടുകൂടി എല്ലാവിധ ഒരുക്കങ്ങളോടെ തയ്യാറായി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെയും അവിടെ പരിശീലനവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലെ വരെ മഴയുടെ ഒരു കുറവ് കണ്ടപ്പോൾ ഒരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ മഴയില്ലെങ്കിലും ആ മേഖലയിൽ വലിയ മഴയാണ്. രാവിലെ മുതൽ വലിയ മഴയാണ്. മാത്രമല്ല പുഴകളിലൊക്കെ തന്നെ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഈ ഈവൻറ്റ് നടത്താൻ പറ്റിയ ഒരു ഐഡിയൽ ആയിട്ടുള്ള സാഹചര്യമാണുള്ളതെന്നാണ് ഈവൻറ്റിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ കയാക്കേഴ്സും പറയുന്നത്. അതോടൊപ്പം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ അതെല്ലാം പരിശോധിക്കുകയും ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഈവൻറ്റ് ജില്ലാ കളക്ടർ ചെയർമാനും അതോടൊപ്പം തന്നെ
അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള പ്രിയപ്പെട്ട വിനു കുര്യാക്കോസ് ജനറൽ കൺവീനറുമായിട്ടാണ് ഈ ഇവൻറ്റിന് നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടുള്ളത്. MLA-മാരായിട്ടുള്ള തിരുവമ്പാടി MLA ആയിട്ടുള്ള ഞാനും അതോടൊപ്പം തന്നെ മറ്റ് തൊട്ടടുത്ത MLA-മാരുമൊക്കെ മെയിൻ പാറ്റേൺസൊക്കെ ആയിക്കൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് മലബാറിലെ കോഴിക്കോട് ജില്ലയുടെ ഒക്കെ തന്നെ വിവിധ ടൂറിസം സാധ്യതകളെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഈവൻറ്റ് നടക്കുന്ന തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മുടെ ചുരം വ്യൂ പോയിൻ്റ് മുതൽ നമ്മുടെ അടിവാരത്തുള്ള മറ്റേ എൻ്റർടൈൻമെൻറ്റ് സിറ്റി വിവാഹം ചെയ്ത് അവിടെ വെള്ളരിമല, അതുപോലെ തന്നെ പതങ്കയം, അതുപോലെ തന്നെ തുഷാരഗിരി, അരിപ്പാറ, കൂടരഞ്ഞി പഞ്ചായത്തിൽ കക്കാടംപൊയിൽ, കോഴിപ്പാറ, അതോടൊപ്പം തന്നെ കുരിശുമല, കാരശ്ശേരി, മുക്കമൊക്കെ പഞ്ചായത്തുകളിൽ ഇരുവഞ്ചിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ചില ടൂറിസം ഡെസ്റ്റിനേഷൻസ്, അതുപോലെ തന്നെ അവിടുത്തെ തൃക്കടമണ്ണ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പിൽഗ്രിമേജ് ടൂറിസം പദ്ധതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാലിയാർ പുഴ, നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന ചാലിയാർ പുഴയുടെ പഞ്ചായത്ത് ചേർന്ന് കിടക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്ത് കൂടി ഇതിൻ്റെ ബൗണ്ടറിയിലാണ്. ചാലിയാർ പുഴയുടെ രണ്ട് വശത്ത് ഇപ്രാവശ്യത്തെ പ്രീ ഇവൻറ്റുകൾക്ക് നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള ചാലിയാർ ഊർക്കാട്ടേരിയും കൂടി നമ്മൾ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ശരി, ഈ മേഖലയുടെ വലിയ ടൂറിസം സാധ്യതകളെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് കിട്ടുന്ന എൻക്വയറികളും ഈ പ്രീ ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൻ്റെ അടിയിൽ വന്നിട്ടിരുന്ന കമൻറ്റുകളും വെച്ചിട്ട് ഒരുപാട് ഫോറിൻ അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള നമ്മുടെ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ഈ ഇവൻറ്റ് കാണുവാൻ വേണ്ടി വരും. ഈ ഇവൻറ്റിലൂടെ നമ്മുടെ ഈ ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഈ ഡെസ്റ്റിനേഷൻസൊക്കെ അവന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തദ്ദേശീയമായി തന്നെ വലിയ താല്പര്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഇതിനെ ഈ വർഷം കാണുന്നത്. കാരണം അവർക്കൂടി സാമ്പത്തികമായ വികസനം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ആസൂത്രണമാണ് ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിൽ നമ്മൾ 30-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവൻറ്റിൻ്റെ ഉദ്ഘാടനം എന്നുള്ള ലക്ഷ്യം നേരത്തെ പറഞ്ഞ ടൂറിസം കൃഷി വകുപ്പ് മന്ത്രി ജില്ലാ പഞ്ചായത്ത് ടൂറിസം മന്ത്രി പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദീഖ് 30-ാം തീയതിയിലെ ഘോഷയാത്രയോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റു മേഖലയിൽ നിന്നുള്ള വിവിധങ്ങളായ നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുക്കും. പിന്നെ നമ്മൾ 31-നാണ് രാവിലെ 9 മണിക്ക് നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ഘാടനം കോൺസ്റ്റിറ്റ്യൂൻസിയുടെ MLA ആയിട്ടുള്ള CK കാസിം തന്നെ നിർവഹിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് പുലിക്കയത്ത് പ്രശസ്ത ഗായകൻ റോക്ക് സ്റ്റാർ കൗസിക് ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നുണ്ട്. പിന്നെ ഓഗസ്റ്റ് 1-ന് നമ്മൾ അടുത്ത പരിപാടി രാവിലെ പുലിക്കയത്ത് ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയി അസോസിയേഷൻ്റെ സഹകരണത്തോടെ ദേശീയ കയാക്കന്മാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളെ മത്സരം നടക്കും. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യയിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കയാക്കിങ്ങിന് പോകുന്ന ഈ ഇതിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിങ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അത്തരം ഒരു റാങ്കിങ് കൂടെ ഈ നമ്മുടെ ഈവൻറ്റിൻ്റെ ഭാഗമായി, മത്സരത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകത. കാരണം ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ട ടീമുകളെ ഇവിടെ വെച്ചാണ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മേഖലയിൽ എത്തിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PK ബഷീർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് സമാപനം. അത് ബഹുമാനപ്പെട്ട നമ്മുടെ വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി അന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരുടെ പ്രോഗ്രാം ടെൻഡേറ്റീവായിട്ടാണ് വന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഇന്ന് രാവിലെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ശരി, അവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2-ാം തീയതിയാണ് നമ്മുടെ സമാപനം ഫൈനൽ മത്സരങ്ങളുടെ ഫൈനൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുല്ലാമ്പാറയിൽ നടക്കുന്ന ഡൗൺ റിവർ ഫൈനൽ മത്സരങ്ങളുടെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം നമ്മൾ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സമാപനം. 4 മണിക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ കഴിഞ്ഞ വർഷങ്ങൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അങ്ങോട്ടുകൂടെ മാറും. കാരണം ഡിപ്പെൻസാണ്, മത്സരങ്ങൾ തീർന്നാലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുറച്ചങ്ങോട്ടുകൂടെ മാറിയാലും വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിശ്വനാഥ് അവർകളാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും ട്രോഫി വിതരണം നടത്തുന്നതുമൊക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന നമ്മുടെ മീഡിയ അവാർഡ് പ്രാവശ്യം പ്രഖ്യാപിക്കുകയാണ്. അത് നേരത്തെ മുൻകൂട്ടി പറയുകയാണ്, നിങ്ങൾക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ്. അത് 5 കാറ്റഗറിയിലാണ് മീഡിയ അവാർഡ് കൊടുക്കുന്നത്. ഒന്ന് പ്രിൻ്റഡ് മീഡിയയുടെ വാർത്ത പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല വാർത്ത കൊടുത്തിട്ടുള്ള പ്രിൻ്റഡ് മീഡിയയിൽ വാർത്താ ലേഖന റിപ്പോർട്ടർക്ക് ഒന്ന്, അതുമായി ബന്ധപ്പെട്ട ഫോട്ടോ പ്രിൻ്റഡ് മീഡിയയിൽ നൽകുന്ന ഫോട്ടോയ്ക്ക് 2ാമത്തെ കാറ്റഗറി, 3ാമത്തെ വിഷ്വൽ മീഡിയാസിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫർക്ക് അല്ലെങ്കിൽ ക്യാമറമാന്, അതോടൊപ്പം തന്നെ വാർത്ത പ്രസൻറ്റ് ചെയ്ത റിപ്പോർട്ടർക്ക്, 5ാമത് സമഗ്രമായ ടോട്ടൽ ന്യൂസ് കൊടുത്ത സമഗ്ര വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇത്. അങ്ങനെ 5 കാറ്റഗറിയിലാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്.
അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വരുന്നവർക്ക് 5000 റുപ്പീസ് ക്യാഷ് അവാർഡും അതോടൊപ്പം തന്നെ ഒരു മൊമെൻറ്റോയും ഒരു സർട്ടിഫിക്കറ്റുമാണ്. സെക്കൻഡിൽ 3000ഉം ഇതേപോലെ തന്നെ മൊമെൻറ്റോയും അതോടൊപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റുമാണ് കൊടുക്കുന്നത്. അത് ഈ ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ നമ്മളവിടെ സമാപനത്തിൻ്റെ ഭാഗമായിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ